ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. മഹേഷും ഇഷിതയും എത്ര ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു പ്രണയം ഉള്ളത് കൊണ്ടിട്ട് അവരെത്ര ദേഷ്യം കാണിച്ചാലും പരസ്പരം കാണുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മാഷും അതുപോലെ തന്നെ രാമനാഥനും കൂടിയിട്ട് പതിവ് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമനാഥനും എന്തൊക്കെയോ നമ്മുടെ മാഷിനോട് പറയണമെന്നുണ്ട്. മാഷും അങ്ങനെ തന്നെയാണ്. ആദ്യമായിട്ടായിരിക്കും അങ്ങോട്ട് പോയിട്ട് മാഷ് തൻ്റെ പെൺകുട്ടിക്ക് വേണ്ടി ഒരു ആലോചന നടത്തുന്നത്. രാമനാഥനും ഇഷിതനെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണാം, ചിപ്പിമോൾക്ക് അതിനപ്പുറം ഇഷ്ടമാണ്. ഇഷിതനെ പോലത്തെ നല്ലൊരു പെൺകുട്ടി തൻ്റെ കുടുംബത്തിൽ വരുവാണെങ്കിൽ ചിപ്പിമോൾക്ക് ഒരു അമ്മയാവും, മഹേഷിന് എന്നും ഒരു തുണയാകും. മഹേഷിനോർത്ത് തനിക്കും തൻ്റെ സ്വപ്നവലിക്കും വിഷമിക്കേണ്ടിയേ വരത്തില്ല. അതുകൊണ്ട് മുഖവരിയില്ലാതെ രാമനാഥൻ ആ കാര്യം മാഷിനോട് ചോദിക്കുകയാണ്. മാഷേ, എനിക്ക് കുറച്ച് ദിവസങ്ങളായി മാഷിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ എന്താ രാമനാഥൻ ചോദിച്ചോളൂ എന്ന് പറയണം. അത് എൻ്റെ മോൻ മഹേഷിൻ്റെ കാര്യം അറിയാലോ മാഷിന്. ഇഷിത ഡോക്ടർ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. മഹേഷിന് അങ്ങനെ തന്നെയാണ്. ഇഷിതനെ പോലത്തെ ഒരു പെൺകുട്ടി മഹേഷിൻ്റെ ജീവിതത്തിൽ വരുവാണെങ്കിൽ എനിക്കും സ്വപ്നവലിക്കൊക്കെ സമാധാനമായിട്ട് കണ്ണടക്കാം. ചിപ്പിമോൾക്കും നല്ലൊരു അമ്മയാണ്. എൻ്റെ മോന് മാഷിൻ്റെ മോളെ തരാവോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കണത് മാഷിൻ്റെ കണ്ണുകൾ നിറയാട്ടോ. മാഷ് പറയുന്നുണ്ട്, രാമനാഥ സത്യം പറയാലോ, അന്ന് അവരെ ഒരുമിച്ച് കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഉള്ളൊരാഗ്രഹമാണ് എൻ്റെ ഇഷിത മോളെ മഹേഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. തൻ്റെ മോൻ മഹേഷിനെ എൻ്റെ മോൾക്ക് കൊടുക്കാവോടോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താടോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. അല്ല, ഇനി ഇത് നമ്മുടെ ഭാര്യമാർ സമ്മതിക്കോ? ഓ, നമ്മുടെ ഭാര്യമാരല്ലേടോ, അവരെ പറഞ്ഞ് നമുക്ക് സമ്മതിപ്പിക്കാം എന്ന് പറയാണ്. അത് ശരിയാ, എൻ്റെ പ്രിയ എന്തു പറഞ്ഞാലും അനുസരിക്കും. ആദ്യം ഒന്ന് പൊട്ടിത്തെറിക്കുമെങ്കിൽ ഒരു പാവമാണ്. സ്വപ്നം അങ്ങനെ തന്നെയാടോ, ആളൊരു പാവമാണ്, പഞ്ചപാവം. പക്ഷേ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വലിയ പാവമാണ്. മഹേഷിന് വേണ്ടി ജീവൻ കളയാനും അവൾ റെഡിയാണ്. അത്രമാത്രം പാവമാണെന്ന് പറയാൻ എനിക്കറിയാടോ. നമ്മുടെ ഭാര്യമാരും കൂടി സമ്മതിച്ചാൽ പിന്നെ മക്കൾ അവർക്ക് സമ്മതിക്കൂടോ? അവരുടെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ട്. എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നമുക്ക് നടത്തിയേ പറ്റൂ എന്ന് പറയാണ്. എന്തായാലും ഇവരുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടക്കുമെന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ ഒരു ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.